സ്വാഗതം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കാണുന്ന, എന്നാൽ അത്ര ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും സാധ്യമാക്കുന്ന ഉപകരണങ്ങൾ. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൗസ്, കീബോർഡ്, മോണിറ്റർ, പിന്നെ വീഡിയോ, സൗണ്ട് കാർഡുകൾ, ഇതൊക്കെയാണല്ലോ പ്രധാനികൾ. അതെ അതെ. ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ പിന്നിലുള്ള ചില രസകരമായ കാര്യങ്ങളും നോക്കാം, അല്ലേ? തീർച്ചയായും. ഇതൊക്കെ വെറും കഷ്ണങ്ങളല്ലല്ലോ. നമ്മൾ ഡിജിറ്റൽ ലോകവുമായി സംസാരിക്കുന്ന വഴികളാണ്. ശരിയാണ്. പണ്ടത്തെ ആ വലിയ CRT മോണിറ്ററിൽ നിന്ന് ഇന്നത്തെ സ്ലിം LED സ്ക്രീനിലേക്കുള്ളൊരു മാറ്റം, അതൊരു കഥ തന്നെയാണ്. ഹോ, ഓർക്കുമ്പോൾ തന്നെ. പിന്നെ സ്ക്രീനിലെ ആ വ്യക്തത, നിറങ്ങൾ, അതിന്റെ പിന്നിലെ കാര്യങ്ങൾ, അതായത് റെസല്യൂഷൻ, കളർ ഡെപ്ത്, ഇതൊക്കെ പ്രധാനമാണ്. നിങ്ങളുടെ നോട്ടിൽ അതെല്ലാം പറയുന്നുണ്ട്. അതെ. അപ്പോ നമുക്ക് ഇൻപുട്ട് വെച്ച് തുടങ്ങാം. മൗസ്. ഓക്കെ. നിങ്ങളുടെ ഒരു സോഴ്സിൽ പറയുന്നുണ്ട് ഡഗ്ലസ് എംഗൽബാർട്ടിന്റെ ഐഡിയ, പിന്നെ സീറോക്സ് അതിനെ വളർത്തിയത്. പഴയ കഥ. പക്ഷേ എനിക്ക് കൂടുതൽ താൽപ്പര്യം തോന്നിയത് ഇന്നത്തെ മൗസുകളിലെ CPI ആണ്, കൗണ്ട്സ് പെർ ഇഞ്ച്. അതെങ്ങനെയാ നമ്മളെ ബാധിക്കുന്നത്? അത് നല്ലൊരു പോയിന്റാണ്. CPI കൂടുമ്പോൾ മൗസിന്റെ സ്പീഡ് കൂടും. നമ്മൾ കുറച്ച് നീക്കുമ്പോഴേക്കും കേഴ്സർ ഒരുപാട് നീങ്ങും. ഗെയിം കളിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അതിഷ്ടപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരു നോട്ടിൽ പറയുന്ന പോലെ ഫോട്ടോഷോപ്പിലൊക്കെ സൂക്ഷ്മമായിട്ട് പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ കൂടിയ CPI ഒരു ബുദ്ധിമുട്ടാവാം. ഓക്കെ. അപ്പോൾ അവിടെ കുറഞ്ഞ CPI ആണ് നല്ലത്? അതെ, കൂടുതൽ നിയന്ത്രണം കിട്ടും. അതുപോലെ കീബോർഡ്. കീബോർഡ്. നമ്മൾ ഒരു കീ അമർത്തുമ്പോൾ ഒരു മേക്ക് കോഡും വിടുമ്പോൾ ഒരു ബ്രേക്ക് കോഡും കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു എന്ന് നിങ്ങളുടെ ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റിലുണ്ടല്ലോ. ശരിയാണ്. ചെറിയ സിഗ്നലുകളാണ് ശരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളായി മാറുന്നത്. നമ്മൾ ഒന്നിലധികം കീ ഒരുമിച്ച് അമർത്തുമ്പോൾ പോലും കമ്പ്യൂട്ടർ തിരിച്ചറിയുന്നത് ഇതുകൊണ്ടാണ്. അത് കൊള്ളാം. ഇനിയിപ്പോ ഔട്ട്പുട്ടിലേക്ക് വന്നാൽ മോണിറ്റർ. മോണിറ്റർ. ആ പഴയ CRT മോണിറ്ററുകൾ ഭയങ്കര വലിപ്പവും ചൂടുമായിരുന്നു. ഓർമ്മയുണ്ട്. പിന്നെ വന്നു LCD. ഭാരം കുറഞ്ഞു, കറന്റും കുറവ് മതി. ഇപ്പോ LED എല്ലായിടത്തും. നിങ്ങളുടെ ലേഖനങ്ങളിൽ പറയുന്ന പോലെ LCDയും LEDയും തമ്മിൽ ശരിക്കും ആ ബാക്ക് ലൈറ്റിംഗിലാണ് പ്രധാന വ്യത്യാസം, അല്ലേ? അതെ. LED ബാക്ക് ലൈറ്റ് കാരണം കൂടുതൽ തെളിച്ചം, നല്ല കറുപ്പ് നിറം, കുറഞ്ഞ കനം, ഇതൊക്കെ കിട്ടി. ശരിയാണ്. പക്ഷേ കാഴ്ചയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് റെസല്യൂഷനും കളർ ഡെപ്തും കൂടിയാണ്. നിങ്ങളുടെ ഒരു റിപ്പോർട്ടില് VGA, അതായത് 640x480 പിക്സൽസ് തൊട്ടുള്ള കണക്കുകളുണ്ടല്ലോ. പിക്സല് കൂടുന്തോറും ചിത്രം നല്ല ക്ലിയർ ആവും. അതുപോലെ കളർ ഡെപ്ത്, അതായത് ഒരു പിക്സലിന് എത്ര നിറങ്ങൾ കാണിക്കാമെന്നുള്ളത്. അതെ, 24 ബിറ്റ് ട്രൂ കളർ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 16.7 ദശലക്ഷം നിറങ്ങളാണ്. അത്രയും. നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ. പിന്നെ റിഫ്രഷ് റേറ്റും ഉണ്ട്, ഹേർട്സിൽ അളക്കുന്നത്. അത് ഗെയിമിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, സ്ക്രീൻ ഒരു സെക്കൻഡിൽ എത്ര തവണ ഫ്രഷ് ആവുന്നു എന്നുള്ളതാണ്. അത് കൂടുമ്പോൾ നല്ല സ്മൂത്തായി തോന്നും, വീഡിയോ കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴൊക്കെ. ഈ ചിത്രങ്ങളൊക്കെ മോണിറ്ററിൽ എത്തിക്കാൻ പിന്നിൽ പ്രവർത്തിക്കുന്നത് വീഡിയോ കാർഡാണല്ലോ. തീർച്ചയായും. നിങ്ങളുടെ ഡയഗ്രങ്ങളിൽ ആ ഫ്രെയിം ബഫർ, അതായത് വീഡിയോ മെമ്മറി, VRAM കാണിക്കുന്നുണ്ട്. അപ്പോ ഈ റെസല്യൂഷനും കളർ ഡെപ്തും കൂടുമ്പോൾ ഈ VRAMനും നല്ല കപ്പാസിറ്റി വേണ്ടേ? വേണം. കൃത്യമാണ്. കൂടുതൽ ഡേറ്റ കൈകാര്യം ചെയ്യണം, കൂടുതൽ VRAM വേണം. നിങ്ങളുടെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 800x600 റെസല്യൂഷനിൽ 286 നിറങ്ങൾ കാണിക്കാൻ തന്നെ ഏകദേശം 1/2 MB മെമ്മറി വേണം. അപ്പോ ഇന്നത്തെ 4K റെസല്യൂഷനും കോടിക്കണക്കിന് നിറങ്ങളും വരുമ്പോഴോ ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രാഫിക്സ് കൂടുതൽ വേണ്ട ഗെയിംസിനും 3D റെൻഡറിങ്ങിനുമൊക്കെ നല്ല പവറുള്ള ഗ്രാഫിക്സ് കാർഡും PCI എക്സ്പ്രസ് പോലത്തെ വേഗതയേറിയ കണക്ഷനും ഒക്കെ ആവശ്യം വരുന്നത്. ശരിയാണ്. ഈ കാണുന്നതുപോലെ തന്നെ കേൾക്കുന്നതും പ്രധാനമാണല്ലോ. അപ്പോഴാണ് സൗണ്ട് കാർഡിന്റെ റോള് വരുന്നത്. അതെ, സൗണ്ട് കാർഡ്. നിങ്ങളുടെ വിവരണങ്ങളിൽ പറയുന്നുണ്ട് ആ ഡിജിറ്റൽ ഓഡിയോ സിഗ്നലിനെ സ്പീക്കറിന് മനസ്സിലാവുന്ന അനലോഗ് രൂപത്തിലേക്ക് മാറ്റുന്ന പണി. അത് തന്നെ.
MP3 ഫയൽ പ്ലേ ചെയ്യുന്നതും മൈക്കിൽ റെക്കോർഡ് ചെയ്യുന്നതും എല്ലാം സൗണ്ട് കാർഡ് വഴിയാണ്. പിന്നെ ആ മിഡി പോർട്ട്. മിഡി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഡിജിറ്റൽ ഇന്റർഫേസ്. സംഗീതോപകരണങ്ങളൊക്കെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ. ഓക്കേ. അതൊരു വെറും പോർട്ടല്ല, അതൊരു ഭാഷയാണ്. സംഗീതോപകരണങ്ങൾ കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്ന ഒരു പ്രോട്ടോകോൾ. കൊള്ളാം. അപ്പോ നമ്മൾ ഇൻപുട്ടിന് ഉപയോഗിക്കുന്ന കീബോർഡും മൗസും തൊട്ട് ഔട്ട്പുട്ട് കാണിക്കുന്ന മോണിറ്ററും അതിനെ നിയന്ത്രിക്കുന്ന വീഡിയോ കാർഡും പിന്നെ ശബ്ദം തരുന്ന സൗണ്ട് കാർഡ് വരെ, അതെ, ഈ ഉപകരണങ്ങളെല്ലാം എന്താ പറയാ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കമ്പ്യൂട്ടർ അനുഭവം പൂർണ്ണമാകുന്നത്. ശരിയാണ്. ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കീ അമർത്തുമ്പോൾ സ്ക്രീനിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത് ശരിക്കും അത്ഭുതം തന്നെ. തീർച്ചയായും. ഈ ടെക്നോളജിയൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ. ഇന്നത്തെ ഈ ടച്ച് സ്ക്രീനും ഹൈറസ് ഡിസ്പ്ലേയും ഒക്കെ ഒരു 10 കൊല്ലം മുൻപ് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ശരിയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങൾ തന്നെ ഈ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോ ഇനി മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഭാവിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടറുമായിട്ട് സംസാരിക്കുക? നല്ല ചോദ്യം. ഒരുപക്ഷേ എന്താ പറയാ, നമ്മുടെ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ വെറും കൈകൊണ്ടുള്ള ആംഗ്യങ്ങൾ കൊണ്ടോ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം വരുമോ? ആലോചിക്കാൻ രസമുണ്ട്. അതൊരു വലിയ സാധ്യതയാണ് മുന്നിലുള്ളത്, അല്ലേ?